മഹാനായ ഇമാം അബൂ ഹനീഫ ഇമാമിൻ്റെ ഒരു കഥ പറയാം. അദ്ദേഹത്തിൻ്റെ പക്കലിൽ നിന്നും ഒരു മജൂസി കുറച്ച് പണം കടമായി വാങ്ങിയിരുന്നു. അത് കിട്ടുമോ എന്നറിയുവാൻ വേണ്ടി മഹാനായ അബൂ ഹനീഫ ഇമാം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നടന്നു. മജൂസിയുടെ വീട്ടുപടിക്കലെത്തിയപ്പോൾ തൻ്റെ ചെരുപ്പിലെന്തോ മാലിന്യം പറ്റിപ്പിടിച്ച് കിടക്കുന്നതായി അദ്ദേഹം കണ്ടു. ഉടനെ തന്നെ അദ്ദേഹം ചെരുപ്പൂരി കുടഞ്ഞപ്പോൾ അതിൽ നിന്നുള്ള മാലിന്യം തെറിച്ച് യഹൂദിയുടെ ചുമരിൽ പറ്റി. അബൂ ഹനീഫ ഇമാം ഇത് കണ്ട് ആകെ അങ്കിലാപ്പിലായി. അദ്ദേഹം ഇങ്ങനെയാണ് വിചാരിച്ചത്, ഇത് ഇവിടെ ഉപേക്ഷിച്ചു പോയാൽ മജൂസിയുടെ ചുമര് ആകെ വൃത്തികേടാക്കും. തുടച്ചു കഴിഞ്ഞാലോ ചുമരിലെ മണ്ണ് ഇളകിപ്പോവുകയും ചെയ്യും. അങ്ങനെ അദ്ദേഹം മജൂസിയുടെ വാതിൽക്കൽ മുട്ടി. വാതിൽ തുറന്ന പരിചാരകയോട് അബൂ ഹനീഫ ഇമാം വന്നിട്ടുണ്ട് എന്ന് യജമാനനെ അറിയിക്കാൻ പരിചാരകയോട് ആവശ്യപ്പെടുകയും ചെയ്തു. അബൂ ഹനീഫ ഇമാം പണം ചോദിക്കാൻ വന്നതാണെന്ന് കരുതി മജൂസി ഓരോ ഒഴിവുകഴിവുകൾ പറയാൻ തുടങ്ങി. ഇങ്ങനെ ഓരോ ഒഴികഴിവുകൾ പറയുന്ന മജൂസിയോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അതിനേക്കാൾ ഗൗരവമായ ഒരു വിഷയം ഇന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം മാലിന്യം തെറിച്ച ആ സംഭവം അദ്ദേഹത്തിന് വിവരിച്ചു കൊടുക്കുകയുണ്ടായി. ഇനി ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ ചുമർ വൃത്തിയാക്കി തരേണ്ടത് എന്ന് അദ്ദേഹം മജൂസിയോട് ചോദിക്കുകയും ചെയ്തു. ഇത് കേട്ട മജൂസിയുടെ പ്രതികരണം അത്ഭുതാവഹമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ ഹൃദയത്തെ ഒന്ന് വൃത്തിയാക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയായിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മജൂസിയോട് അക്രമം ചെയ്തു പോകുന്നതിൽ ഇത്രമാത്രം മനോക്ഷമവും സൂക്ഷ്മതയും പ്രകടിപ്പിച്ച അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ നടപടി സത്യത്തിൽ ആ മജൂസിയുടെ ഹിദായത്തിലേക്ക് നയിക്കുകയായിരുന്നു.